ചേലോറയിലെ ബയോമൈനിങ്ങിൽ ഒരു അഴിമതിയുമില്ലെന്ന് മേയർ മുസ്ലിഹ് മഠത്തിൽ. മാലിന്യ നീക്കത്തിനും കൂടുതൽ പണം കൊടുത്തിട്ടുണ്ട്. ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടായി. ഇത് പരിശോധിക്കും. ബയോമൈനിങ് പൂർത്തിയാക്കാൻ കരാർ കമ്പനിക്ക് അന്ത്യശാസനം നൽകിയതായും മേയർ കണ്ണൂർ പറഞ്ഞു. ചേലോറയിലെ ബയോമൈനിങ്ങിൽ അഴിമതിയെന്ന പ്രതിപക്ഷ ആരോപണം മേയർ മുസ്ലിം മഠത്തിൽ തള്ളുകയാണ്. സോണ്ട എന്ന കമ്പനി വഴി LDF ആണ് അഴിമതിക്ക് സംസ്ഥാന വ്യാപകമായി ശ്രമിച്ചത്. കണ്ണൂർ കോർപ്പറേഷനിൽ ഇത് നടന്നില്ല. സോണ്ട നിശ്ചയിച്ചതിന്റെ എത്രയോ മടങ്ങ് കുറവിലാണ് ചേലോറയിൽ ബയോമൈനിങ്ങിന് കണ്ണൂർ കോർപ്പറേഷൻ കരാർ നൽകിയത്. അഴിമതി നടത്താൻ പറ്റാത്തതിന്റെ പ്രശ്നമാണ് LDFന്. യഥാർത്ഥത്തിൽ സോണ്ട കമ്പനിയെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ടതായിട്ടില്ല. LDFന്റെ കൺവീനറായിരുന്ന വൈക്കം വിശ്വൻ്റെ അവരുടെ മകളുടെ ഭർത്താവിൻ്റെ കമ്പനിയാണെന്നാണ് പറയപ്പെട്ടത്. ബ്രഹ്മപുരത്ത് തന്നെ 58 കോടിയുടെ ഒരു പ്രൊജക്റ്റ് അവരെടുക്കുകയും പിന്നീട് അവർ 34 കോടിക്ക് സബ് കോൺട്രാക്റ്റ് കൊടുത്തു എന്നുള്ളതായിരുന്നു വിഷയം. അതൊക്കെ വളരെ വിവാദമായതും പത്രദ്വാര ദൃശ്യമാധ്യമത്തിൽ എല്ലാവരും അറിഞ്ഞതും കേരളം ഒട്ടാകെ ചർച്ച ചെയ്ത വിഷയമാണ്. യഥാർത്ഥത്തിൽ അവർക്ക് ഇത്തരത്തിൽ സോണ്ടയെ വെച്ചുകൊണ്ട് ഒരു കൊള്ള നടത്താൻ കണ്ണൂർ കോർപ്പറേഷൻ അനുവദിക്കാത്തതാണോ, യഥാർത്ഥത്തിൽ അതാണോ അഴിമതി എന്ന് പറയുക? ഒരു കൊള്ള നടത്താൻ നമ്മൾ കൂട്ടുനിൽക്കാത്തതാണോ? ചേലോറയിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. അത് പക്ഷേ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടായത്. ഇവിടുത്തെ എഞ്ചിനീയറിംഗ് വിഭാഗം അവരുടെ കണക്ക് പ്രകാരം, അവർ നൽകിയ കണക്ക് പ്രകാരം സർട്ടിഫൈ ചെയ്തിട്ടാണ് കോർപ്പറേഷൻ ബില്ല് നൽകിയിട്ടുള്ളത്. എന്നാൽ ഡ്രോൺ സർവേ നടത്തിയപ്പോൾ 24,042 m³ മാത്രമേ നൽകിയിട്ടുള്ളൂ എന്നുള്ളതാണ്. അത് യഥാർത്ഥത്തിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായ അലംഭാവമാണ്. അപ്പോൾ അത്തരം വിഷയങ്ങളിൽ എന്ത് ചെയ്യണം, എന്ത് നടപടിയെടുക്കണം എന്നൊക്കെ വിശദമായി ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അന്ന് അജണ്ട പോലും മാറ്റിവെച്ചത്. ടെക്നിക്കൽ കമ്മിറ്റി ചർച്ച ചെയ്ത് അത്തരം വിഷയങ്ങളിലൊക്കെ ഒരു നല്ലൊരു തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പ്രത്യേകിച്ച് കൗൺസിലർമാർക്കൊന്നും ബാധ്യത വരാത്ത രീതിയിൽ ഇത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റാണ്. ബയോമൈനിങ്ങിന് കരാർ ഏറ്റെടുത്ത കമ്പനിയോട് മാലിന്യം നീക്കാൻ ആവശ്യപ്പെട്ട് കത്ത് നൽകിയിട്ടുണ്ട്. ഇത് ചെയ്തില്ലെങ്കിൽ നിയമോപദേശം തേടിയ ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും മേയർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.